മനുഷ്യന്മാർ കൈവിട്ട ചില ആളുകളോട് പടച്ചവനൊരു വല്ലാത്ത ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ ജീവിതം കൈവിട്ട് പോയി എന്ന് തോന്നുന്നിടത്ത് ചില ആളുകൾ ജീവിതം പടുത്തുയർത്തുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം വെറും നിസാര മാർക്കിന്റെ വ്യത്യാസത്തിൽ തോറ്റുപോയിട്ടുണ്ടോ? വളരെ ആഗ്രഹിച്ചു കിട്ടിയ ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്നലെ വരെ നമ്മുടെ എല്ലാമായിരുന്ന ആളുകളെ ഇന്നൊരു അപരിചിതനെ പോലെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച സമ്പാദ്യം മറ്റൊരാൾ കൊണ്ടുപോകുന്നത് നിസ്സാരമായി കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആ സമയം മുതൽ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തരം ഇരുട്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഈ ലോകം തന്നെ അവസാനിക്കുകയാണെന്ന് തോന്നും. നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങും. ചിലരുടെ ജീവിതം അങ്ങനെയാണ്, കൈവിട്ടു പോയി എന്ന് തോന്നും. ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ മുമ്പിൽ അടക്കപ്പെട്ട അതേ വാതിലിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കണോ? അതോ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനിരിക്കുന്ന മറ്റനേകം വാതിലുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതകൾ തേടിപ്പോണോ? രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു പിടിവള്ളി നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. അത് കണ്ടെത്തുന്നത് വരെയുള്ളൊരു സാവകാശമാണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരു സാവകാശം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. കാരണം ജീവിതം നിങ്ങളുടേതാണ്. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്.